ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുവാൻ മറക്കരുത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. അതറിയാനുള്ള താല്പര്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. അന്നരാജൻ. ഈ അന്നരാജനെ കുറിച്ച് പറയുവാണെങ്കിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള താരമാണെങ്കിൽ പോലും ഇവർ ഏറ്റവും അധികം ഫേമസ് ആയിരിക്കുന്നത് ഇനാഗ്രേഷൻ വഴിയാണ്. അതായത് ഇവർ എത്തുന്ന ഇനാഗ്രേഷന് ഭയങ്കര ക്രൗഡ് കൂടുതലാണ്. ഒരു കാലത്ത് ഹണി റോസും മറ്റുമൊക്കെ ഇനാഗ്രേഷൻ സ്റ്റാർ എന്നറിയപ്പെട്ടിരുന്നത് പോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉദ്ഘാടന താരം എന്നറിയപ്പെടുന്ന ഒരാളാണ് അന്നരാജൻ എന്ന് പറയുന്ന ഈ താരം. ഇവർ കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയിടാണ്ട് വന്നതുമായി ബന്ധപ്പെട്ട് കുറേയധികം കോൺട്രവേഴ്സീസും മറ്റു കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. പല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളും അതിനടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നുമുണ്ട്. എന്തായാലും ഞാനും അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി, എൻ്റെ അഭിപ്രായം കൂടി പറഞ്ഞു വെക്കാമെന്ന് കരുതി. ആദ്യം തന്നെ ഒന്ന് പറയട്ടെ, സ്ത്രീകളുടെ വസ്ത്രധാരണം അത് അവരുടെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ബിക്കിനി പോലും ധരിച്ചുകൊണ്ട് സ്ത്രീകൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. കാരണം ഇന്ത്യൻ ഭരണഘടന ഓരോ വ്യക്തിക്കും നൽകുന്ന സ്വാതന്ത്ര്യം അത് സ്ത്രീകൾക്കും ഉണ്ട്. അതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് പല വിശ്വാസങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു തരത്തിൽ പറഞ്ഞ ഈ പറയുന്ന മതവിശ്വാസങ്ങൾ ചിലരുടെയൊക്കെ മേളിലൊക്കെ അടിച്ചേൽപ്പിക്കുന്നത് ഈ പറയുന്ന പൗരസ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാം ലംഘനമാണ് എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. എന്തായാലും ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കിടക്കുന്നില്ല. സാധാരണയായിട്ട് നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാർ ക്ഷേത്രങ്ങളിലും മറ്റ് ആരാധനാലയങ്ങളിലും പോകുമ്പോൾ സാരി, ചുരിദാർ അത്തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കാറുള്ളത്. അതായത് സ്ത്രീകൾ പള്ളിയിൽ പോകുമ്പോഴും ചർച്ചിൽ പോകുമ്പോഴും അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും ധരിക്കാറുള്ളത് ഏറ്റവും സഭ്യമായിട്ടുള്ളതും മാന്യമായിട്ടുള്ള വസ്ത്രങ്ങളുമാണ് ധരിക്കാറുള്ളത്. പിന്നെ ഈ ജീൻസും ടീഷർട്ടും ഒക്കെ ധരിച്ചുകൊണ്ട് കുറേയധികം പെൺകുട്ടികൾ പുതിയ കാലത്ത് ഉള്ളവർ പോകാറുണ്ട്. എങ്കിലും അത് അധികം എൻകറേജ് ചെയ്യുന്നില്ല. പല പുരോഹിതന്മാരും തന്നെ രംഗത്ത് വന്ന് പല ചർച്ചകളിലും കുർബാനകൾക്കിടയിലൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ദേവി ഇത് അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വരരുത് എന്ന് ഒക്കെ പറഞ്ഞതായിട്ട് വാർത്തകളൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു വിഷയം ഞാൻ എടുക്കാൻ കാരണം, അന്നാരാജൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളിവിടെ ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്ന സാരിയാണ്. പക്ഷേ ഈ സാരി ഉടുത്തിരിക്കുന്നത് വൃത്തിയായിട്ട് ഉടുക്കാവുന്ന ഒരു വസ്ത്രമാണ് സാരി എന്ന് പറയുന്നത്. അതിനെ വൾഗറായിട്ട് ധരിക്കാം എന്ന് നിങ്ങൾ ഇപ്പോൾ പൊതുസമൂഹത്തിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നെ നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം നിങ്ങൾക്ക് വേണ്ടത് സോഷ്യൽ മീഡിയ റീച്ചാണ്. ആ റീച്ചിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രശസ്തി, ഉദ്ഘാടനങ്ങൾ അതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കാം നിങ്ങളൊരു പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ മറ്റൊന്നുണ്ട്, എത്രത്തോളം സഭ്യമായിട്ട് വസ്ത്രം ധരിച്ചാലും അതിൻ്റെ ഏതിലെങ്കിലും ക്യാമറ കുത്തിക്കയറ്റി കുറച്ച് വൾഗർ ഷോട്ടുകൾ എടുത്തുകൊണ്ട് തങ്ങളുടെ ചാനലിന് റീച്ച് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേയധികം നാറിയ മീഡിയാസ്, അതായത് ഓൺലൈൻ മീഡിയാസും രംഗത്തുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ അടുത്തായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ ഈ ആറ്റുകാൽ പൊങ്കാലക്കിടയിൽ തന്നെ ഇവന്മാർ കാണിച്ചു കൂട്ടിയ തന്തയ്ക്ക് കഴിയുടെ കുറേയധികം വിഷ്വൽസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കടന്നു കൂടുന്നുണ്ട്. എനിക്ക് ഈ അന്നരാജനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വസ്ത്രങ്ങൾ ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പക്ഷേ ഇത്തരത്തിലെ വൾഗറായിട്ട് ധരിച്ചുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലേക്ക് അതെല്ലാം പോസ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് ഒരു പ്രായപരിധി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമപ്രകാരം ഇല്ല. അതൊന്നും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ നിങ്ങളുടെ ഇത്തരത്തിലുള്ള വീഡിയോസ്, എക്സ്പോസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് കൂടുതലും സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോഴത്തേക്ക് അത് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കാണുന്നുണ്ട്. സ്ത്രീകൾ, പുരുഷന്മാർ എന്ന് ഭേദമില്ല, എല്ലാവരും കാണുന്നുണ്ട്. അങ്ങനെ കാണുമ്പോഴത്തേക്ക് 10-12 വയസ്സുള്ള കുട്ടിയുടെ പോലും ഇന്ന് സ്മാർട്ട് ഫോൺ ഉള്ള കാലഘട്ടത്തിൽ ഇത്തരത്തിൽ നിങ്ങൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വന്ന് ഇത്തരത്തിലുള്ള വീഡിയോസ് പ്രചരിക്കപ്പെടുമ്പോൾ അതിൻ്റെ വ്യൂവർഷിപ്പും മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുട്ടികൾ വഴിതെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്നും മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ കഴുതകളെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ വിട്ടുപോകുക. അത് മാത്രമേ പറയാനുള്ളൂ. 4-5 ഇനാഗ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ സിനിമയിൽ പുതിയ പുതിയ അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ 4 ആൾ കൂടുന്നിടത്ത് ഒരു 2 പേര് വന്ന് നിങ്ങളുടെ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടോ ആണ് നിങ്ങൾ ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ അല്ലെങ്കിൽ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നതെങ്കിൽ എത്രയോ അധികം നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. നിങ്ങളെപ്പോലെ ചലച്ചിത്ര മേഖലയിൽ നിന്ന് നല്ല നിലനിൽക്കുന്ന നല്ല മാന്യമായിട്ട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന എത്രയോ അധികം താരങ്ങളുണ്ട്. അവരെല്ലാം ഒന്ന് മാതൃകയാക്കുക. അവരാരും
ഈ എക്സ്പോസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇട്ടല്ല സോഷ്യൽ മീഡിയയിലും മറ്റും റീച്ച് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഈ ആറ്റുകാൽ പൊങ്കാല പോലെയുള്ള ഒരു വിശ്വാസ സംബന്ധമായിട്ടുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ധരിച്ചിരിക്കുന്ന സാരിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, പക്ഷേ അത്രത്തോളം അത് എക്സ്പോസ് ചെയ്തുകൊണ്ട് മാധ്യമ ശ്രദ്ധ അവിടെ പിടിച്ചു പറ്റി സോഷ്യൽ മീഡിയയിൽ തരംഗമാകാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ കാണിച്ചു കൂട്ടിയ ഒരു വസ്ത്രധാരണം അല്ലെങ്കിൽ ഒരു നാടകമായിരുന്നു ഇന്നലെ ആറ്റുകാലിൽ സംഭവിച്ചതെന്ന് ഞാൻ തുറന്നു പറയും. ഇത് കണ്ട ജനങ്ങൾക്കും മനസ്സിലാകും. കാരണം സാധാരണ രീതിയിൽ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് മറ്റ് പല പ്രമുഖ താരങ്ങളും വന്ന് പൊങ്കാല അർപ്പിക്കാറുണ്ട്. അവരെല്ലാം വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വന്ന് പൊങ്കാല അർപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അവരെക്കുറിച്ച് എല്ലാം മീഡിയാസ് കവറേജ് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നലെ നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയാസും അതേണക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ കുറേ അലമ്പ് കാമക്കുയിലുകളും കൂടി വന്നിച്ച് നിങ്ങളെ തന്നെയാണ് ടാർഗറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവർക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ റീച്ചിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, അത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ കാണിക്കാനുള്ള സ്ഥലങ്ങളല്ല ഈ വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾ നടക്കുന്ന സ്ഥലങ്ങളും. അതൊന്നും മനസ്സിലാക്കുക. നിങ്ങൾ കഴിഞ്ഞ ദിവസവും ഒരു ക്ഷേത്രത്തിൽ പോയി ഇത്തരത്തിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള വീഡിയോ പുറത്തു വന്നിരുന്നു. ശരിയാണ്, നിങ്ങളുടെ ശരീരത്തിന് വളർച്ചയുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾക്ക് ഉള്ള അവയവങ്ങൾക്കെല്ലാം കുറച്ചധികം വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില വസ്ത്രങ്ങളൊക്കെ ഉടുക്കുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ശരീരഘടനയുള്ള ധാരാളം സ്ത്രീകളുണ്ട്. അവരുടെ ആരുടെയും വസ്ത്രധാരണം എത്രത്തോളം മേച്ചകരമായിട്ട് വരുന്നില്ല. അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതായത് നമ്മുടെ ശരീരം എങ്ങനെയാണ് എന്നുള്ളതനുസരിച്ചല്ല വസ്ത്രധാരണം. നമ്മുടെ വസ്ത്രധാരണം എങ്ങനെയാണ് എന്നുള്ളതിനനുസരിച്ചാണ് ശരീരം എക്സ്പോസ്ഡ് ആവുന്നത്. അതിന് തെളിവായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ പുതിയ അവതാരങ്ങളും അപരാധങ്ങളും വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടാണ് സീറ്റ് ബെൽറ്റ് മാറ്റിയൊക്കെ കാണിക്കുന്നത്. അതും ഇതാണൊക്കെ തന്നെ എക്സ്പോസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ആ വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നിച്ച് അമ്മാതിരി ഒരു വീഡിയോ എടുത്താണ്. അവരും നിങ്ങളും തമ്മിൽ ഇതേ സാമ്യം തന്നെയാണുള്ളത്. നിങ്ങളുടെ ഒപ്പം തന്നെ അന്ന് ഉണ്ടായിരുന്ന ആ ക്ഷേത്രത്തിലുണ്ടായിരുന്ന നടി, അവരും നിങ്ങളെപ്പോലെ സമാനമായിട്ടുള്ള ഫിസിക്കൽ കണ്ടീഷൻ ഉള്ളവരാണ്. അവർ ഉടുത്തിരുന്ന സാരിയുടെ ഒരു ലെവലേഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല. ഒരു ക്യാമറാമാനും അങ്ങനത്തെ ഒരു വൾഗർ ദൃശ്യം എടുക്കാണ്ട് പറ്റിയിട്ടില്ല. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടി വല്ല ക്യാമറ എടുത്തോണ്ട് പോയി അവന്മാർ എടുത്തിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. അതായത് വസ്ത്രം എങ്ങനെ ധരിക്കണം, എത്തരത്തിലുള്ള ധരിക്കണം എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ്. പക്ഷേ സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ട് ഇമാതിരി തോന്നിവാസങ്ങൾ കാണിച്ചുകൊണ്ട് ദയവ് ചെയ്ത് ആരാധനാലയങ്ങളിലും, അത് ഹിന്ദുവിൻ്റെ ക്ഷേത്രമായിക്കോട്ടെ, അതാണ് ഒരു ചർച്ച ആയിക്കോട്ടെ, ഒരു മോസ്ക് ആയിക്കോട്ടെ, അവിടെയൊന്നും പോയി ഇമാതിരി തോന്നിവാസങ്ങൾ കാണിക്കില്ലേ. കാരണം സെൻസിറ്റീവായിട്ടുള്ള പല പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പൊതുസമൂഹം. എന്തെങ്കിലും ഒരു തരത്തിൽ ഞാനിപ്പോൾ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിനകത്ത് താഴെ കണ്ടു. അവിടെ കോട്ട് ചെയ്ത് സംസാരിച്ചത് നിങ്ങളുടെ ഈ ഒരു വസ്ത്രധാരണത്തിന് കോട്ട് ചെയ്ത് സംസാരിച്ചത് നിങ്ങളുടെ മതവുമായിട്ടാണ്. അപ്പോൾ ഒരു ചെറിയ സ്പാർക്ക് മതി ഈ നാട് നിന്ന് കത്താൻ വേണ്ടിയിട്ട്. ഇത് കേവലം സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ആറ്റുകാൽ പൊങ്കാല ആയിക്കോട്ടെ, മറ്റേതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ചടങ്ങായിക്കോട്ടെ, അവിടെ ചെന്നുകൊണ്ട് ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു ചെറിയ സ്പാർക്ക് വീണാൽ മതി. ഇപ്പം ആ വന്നൊരു കമൻറ്റ് നിങ്ങളുടെ മതവുമായിട്ട് കൂട്ടിക്കലർത്തി നിങ്ങൾ ഇന്നലെ കാണിച്ചതിനെ കോട്ട് ചെയ്തുകൊണ്ട് ഒരാളൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയുടെ താഴെ. അത്തരത്തിലുള്ള ഒറ്റ ഒരു കമൻറ്റ് വരും, ഏതെങ്കിലും വെളിവ് കേട്ടവർ അതിനെ ഏറ്റുപിടിക്കും, അതിൻ്റെ പേരിൽ ഈ സംസ്ഥാനം നിന്ന് കത്തും. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ളത്. ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.